ഇന്ന് കറക്റ്റ് ചെയ്ത് ഇവിടെ ഏതോ ഒരു ചാനൽ കൊടുത്തിട്ടുണ്ട്. അത് ചെയർമാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. അതിനകത്ത് ഒരു കൺഫ്യൂഷനും വേണ്ട. അത് ഞാൻ പറയുന്നത് നിങ്ങൾ കൊടുക്കുന്ന നരേറ്റീവിനൊരു തെറ്റാണ്. ഇത് സതുദ്ദേശത്ത് ഞാൻ പറഞ്ഞു, എനിക്കും സുഖപ്പെട്ടു, എനിക്കൊരു നല്ലൊരു സന്തോഷമുണ്ടായി. കാരണം ഇവിടെ കേരളത്തിൽ എത്രയോ ആളുകൾ പറയും, CPM പറയല്ല മുഖ്യമന്ത്രി മത്സരിക്കണം, അതിന് പറയുന്നത് അവർക്കതിന് സ്വാതന്ത്ര്യമില്ല. അതിന് ഏതെങ്കിലും ഈ മത്സരിച്ചില്ല എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾ വേറൊരു മെജോറിറ്റി ഉണ്ടാക്കിക്കോ, ഇഷ്ടം പോലെ ഉണ്ടാക്കിക്കോ. നമുക്ക് ഈ യോഗം നമുക്ക് കേരള കോൺഗ്രസ് ആക്കി എടുക്കാതെ ഞാൻ നിങ്ങൾക്ക് നാളെ മുഴുവൻ എത്ര നേരം വേണം നിന്ന് തരാം, നമുക്കൊരു ചർച്ച ഉണ്ടാക്കാം. മറ്റേ കാര്യത്തിലേക്ക് പോട്ടെ. റോഷി പറയുന്നത് മത്സരിക്കണം എന്നല്ല, മത്സരിക്കും ചെയർമാനെന്നാണ്. മത്സരിക്കും, ഒപ്പം തന്നെ പാർട്ടിക്ക് ഒരു നേതൃത്വം ഉണ്ടെന്ന് അങ്ങനെയും തെളിയിക്കാം. അങ്ങനെയല്ല പറഞ്ഞത്, പാർട്ടി തീരുമാനിക്കും എന്ന് പറഞ്ഞു, പാർട്ടി തീരുമാനിച്ചു എന്ന് പറഞ്ഞില്ല. അതിനകത്ത് വ്യത്യാസം. നീ എന്തേലും ആട്ടെ, കൃത്യമായ ക്ലാരിഫിക്കേഷൻ എന്ന് പറഞ്ഞു. ഒരിക്കലും അച്ചടക്കമുള്ളതല്ല. സ്വാതന്ത്ര്യം പറയാൻ ജനത്തിന് എല്ലാവർക്കും പറയാം സ്വാതന്ത്ര്യം. പക്ഷെ അവസാനം എന്താ പറഞ്ഞുള്ളതല്ലേ, വാട്ട് ഈസ് കൺക്ലൂഡിങ് എന്താണ് സ്റ്റേറ്റ്മെന്റ്? കൺക്ലൂഡിങ് സ്റ്റേറ്റ്മെന്റ് പാർട്ടി വിൽ ഡിസൈഡ്. ഇത് സെയിം തിങ് ആണ് ടെല്ലിങ് ദി എക്സാമ്പിൾ ഓഫ് ഈ CPM പറഞ്ഞില്ലേ, അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രി തന്നെ പാർട്ടി തീരുമാനിക്കുന്നു. അതല്ലാതെ എനിക്ക് തീരുമാനിക്കാം, പാർട്ടി തന്നെയാണ് മുഖ്യമന്ത്രി, ഞാൻ മത്സരിക്കാൻ പോയാൽ മത്സരിക്കാൻ പോകാം. മൈക്ക് ഒരിക്കലും തട്ടിപ്പറിച്ചില്ല. എൻ്റെ ബോഡി ലാംഗ്വേജ് എടുത്ത് നോക്കിയിരിക്കും. ഞാൻ ചുമ്മാ നോക്കും, തട്ടിപ്പറിച്ചു. ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നു, അദ്ദേഹം പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരത്തിൽ അവിടെ പറയും, അത് പറഞ്ഞോട്ടെ, അതിന് സ്വാതന്ത്ര്യം ഞാൻ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അതിനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. ഞങ്ങളൊരു ടീമായിട്ട് തന്നെ പോകുന്നത്. ഞാൻ പറഞ്ഞു അതിനകത്ത് നിങ്ങൾ എന്ത് വിചാരിച്ചാലും അതിലൊന്നും ഒരു ക്ലീൻ പൊട്ടാൻ പോകുന്നില്ല. അത്രേ നിങ്ങൾ ഈ കീഴ്വഴക്കം എന്ന് പറയുന്നത് എന്താണ്? അത് ഞാൻ പറഞ്ഞത് എനിക്കൊരു പ്രൊപ്പറേറ്ററി ഉണ്ട്, പാർട്ടി അധികമാണ്, അദ്ദേഹത്തിന് അതിന് അഭിപ്രായം പറയാനുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്ത് നരേറ്റീവ് കൊണ്ടുവന്നാലും ഒരു കിളിയും കൊത്താൻ പോകുന്നില്ല. അല്ലല്ല, അതിനകത്ത് തന്നെ പബ്ലിക്കിനോട് പറയുന്നത് ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്. ഞാൻ പറഞ്ഞില്ലേ എത്രയോ പാർട്ടിക്കാർ, ഞാൻ പറഞ്ഞേ പാർട്ടിക്ക് അകത്ത് പറയാത്തൊരു കാര്യമാണ് പറയാം. അല്ല, പുറത്ത് പറയാൻ പാടില്ല. മത്സരിക്കണ്ട എന്നാണ് പറഞ്ഞത്. ശരി, ഞാൻ പറഞ്ഞ മത്സരിക്കുകയാണ് എൻ്റെ മനസ്സിൽ എനിക്കുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞോളൂ കണ്ടു. അല്ലല്ല, അത് ഞാൻ നിങ്ങളോട് പറയാൻ പറ്റില്ല. ഞാനിങ്ങനെ പറയുന്നത് പാർട്ടിയല്ലേ പറയാൻ പറ്റില്ല. ആ പോട്ടെ. നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങൾ നിങ്ങളുടെ നരേറ്റീവായിട്ട് പോകും, ഞാൻ എൻ്റെ നരേറ്റീവായിട്ട് പോകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിനകത്ത് കൃത്യമായി ഞങ്ങൾ കാണുന്നത് ഇതിൻ്റെ ആവേശകരമായ, ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഒരു ക്യാപ്റ്റൻ എന്ന നിലയ്ക്കും ഒരു LDF എന്ന നിലയ്ക്കും ഈ പറയുന്ന ഉച്ചയ്ക്ക് 1 മണിക്ക് നടത്തുന്ന യോഗത്തിലും അവിടെയെല്ലാം ഓരോ ജനങ്ങൾ വരുമ്പോൾ അവരുടെ മുഖഭാവത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. മനസ്സിലായില്ലേ? അവിടെ ഒരു ആവേശം എന്ന് പറഞ്ഞ ഇടതുപക്ഷം വീണ്ടും ഇതാ വരുന്നു എന്നുള്ളൊരു ആവേശമാണ്. വെറുതെ ഇങ്ങനെ ആളെ ഇറക്കിട്ട് കൊണ്ടുപോയതല്ല. അത്രയും ആവേശമായിട്ടുള്ള പൾസ് അടിയിൽ കണ്ടപ്പോൾ ഒരു കോമൺ പ്ലാറ്റ്ഫോം ഈ കേരള സംസ്ഥാനത്ത് രൂപപ്പെട്ടു. അപ്പോൾ വെറുതെ ദൂതി വളർന്നു പറഞ്ഞ പറ്റണക്കും ഞാൻ പറഞ്ഞില്ല, UDF പ്രതിദാനം ചെയ്യുന്ന മണ്ഡലത്തിലാണ് ഞങ്ങളിത് കണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടാകും. അത് കഴിഞ്ഞില്ലേ, അത് ആ ചോദ്യം കഴിഞ്ഞു, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കും. അതല്ല, പ്രഖ്യാപിച്ചില്ലല്ലോ. അവസാനം പുള്ളി അദ്ദേഹം പറയുന്നത് എന്താണ്? പാർട്ടി തീരുമാനിക്കും. നിങ്ങൾക്ക് എന്താ അത് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലേ? മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എതിർപ്പുണ്ടെന്ന് ഞാൻ പറയാം. പുള്ളി അദ്ദേഹം പറഞ്ഞല്ലോ, എന്താ കേരള സംസ്ഥാനത്ത് ആദ്യമായിട്ടാണോ ഒരു സ്ഥലം മത്സരിക്കുന്നു പറയുമ്പോൾ പ്രശ്നമായോ? വരട്ടെ, ഇനി അതിനെപ്പറ്റി ഞാൻ ബാക്കി പിന്നെ നാളെ നമുക്ക് ഇരിക്കാതെ നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ റെഡിയായ എന്തിനും.